ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോവിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യമില്ല. കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. കാര്യം പറ്റുന്നതല്ല, നമ്മൾ ഇനി ഒരു പെഡൽസിൻ്റെ വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടി ഒരു പെഡലും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കൂടെ ചെയ്ത ശേഷം ഈ 3 ഗാഡ്ജറ്റും, അതായത് സ്റ്റിയറിംഗ്, ഗിയർ ബോക്സ്, പെഡൽസ്, ഇത് 3 കൂടെ സെറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും നമ്മൾ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന വേണ്ടി തൊട്ടടുത്ത് ഞാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പ്ലൈവുഡിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഹോണിൻ്റെ വയറും പിന്നീട് സ്വിച്ചിൻ്റെ ലീഡും ഇറങ്ങിയിരിക്കുന്ന നേരത്തിൽ നമുക്ക് അതിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു സ്വിച്ച് അവിടെ വെക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ സ്വിച്ച് അവിടെ ഫിക്സ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോണിൻ്റെ 2 വയറുകളും ആ ഒരു പ്ലൈവുഡിൻ്റെ നടുക്കുള്ള ഹോളിലൂടെ നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പീസ് അവിടെ വെച്ച് ഒന്നെങ്കിൽ നല്ല രീതിയിൽ പശ അപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഞാനിവിടെ 2 സ്ക്രൂ കൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂ കൊണ്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ വയർ, എക്സ്ട്രാ അടക്കുന്ന വയർ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇത്രയും വയറിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്വിച്ച് സോൾഡർ ചെയ്യാൻ ആവശ്യമായ വയർ ഇട്ടിട്ട് ബാക്കി വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വയർ കട്ട് ചെയ്ത ശേഷം നമ്മുടെ ആ സ്വിച്ചിൻ്റെ 2 ലീഡുകളിലേക്ക് നമുക്ക് ആ ഓരോ വയറും സോൾഡർ ചെയ്ത് കൊടുക്കാം. പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത ശേഷം നമുക്ക് ആ സ്വിച്ച് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂവോ അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പശ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്പ്രിങ് വേണം. ആ സ്പ്രിങ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ സ്പ്രിങ് ഒട്ടിച്ച ശേഷം ആ സ്പ്രിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹോണിന് വേണ്ടി ആദ്യം ഒരു സർക്കിൾ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ആ ഒരു പീസ് നമുക്ക് ആ ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. സോ നമ്മുടെ ഹോണിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വലിയ പുഷ് സ്വിച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ലിമിറ്റ് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്തത്. അല്ല, നിങ്ങളുടെ വലിയ പുഷ് സ്വിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് വലിയ പുഷ് സ്വിച്ച് വെച്ച് പുഷ് സ്വിച്ചിൻ്റെ മണ്ടയ്ക്കായിട്ട് നമുക്ക് ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ മൗസ് സെറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ 2 പീസ് പ്ലൈവുഡ് വേണം. ഇത് നീളത്തിൽ പ്ലൈവുഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ കട്ട് ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മൗസ് എടുക്കുക. അതിനുശേഷം മൗസിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിലൊരു ബോൾട്ട് വെച്ച് നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. സോ ഇതിനു വേണ്ടി ഹോട്ട് ഗ്ലൂ അല്ലാന്നുണ്ടെങ്കിൽ അരാൾഡ് ലൈറ്റ് പോലെയുള്ള എപ്പോക്സി പശകൾ മാത്രം ഉപയോഗിക്കുക. ഈ ഒരു ബോൾട്ട് ഒട്ടിച്ച ശേഷം നമുക്ക് ഇത്തരത്തിലാണ് മൗസിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യേണ്ടത്. സോ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ 2 പീസ് പ്ലൈവുഡ് കട്ട് ചെയ്ത് വെച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഈ മൗസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലായിട്ട് മൗസിൻ്റെ വീതിക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പ്ലൈവുഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ആ പ്ലൈവുഡ് മൗസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മൗസ് അല്ല ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ഒരു അല്പം പശ ആ സെൻസറിന്, മൗസിൻ്റെ സെൻസറിൽ വേണ്ടിയിരുന്നു. സോ അതിൻ്റെ കഴ്സർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. സോ എൻ്റെ ഇരുന്നൊരു പഴയ മൗസ് ഞാൻ ഇതിന് വേണ്ടി ഇപ്പം കഴ്സറിന് വേണ്ടി യൂസ് ചെയ്തു. പിന്നീട് നേരത്തെ നമ്മൾ സോൾഡർ ചെയ്ത ആ വയർ നമ്മൾ മാറ്റുന്നില്ല, കാരണം അതിൻ്റെ ബട്ടൺസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ വയേഴ്സ് തന്നെ നമ്മൾ ഹോണിന് വേണ്ടി ആ വയേഴ്സ് തന്നെയാണ്. കാര്യം ഇനിയും ഇരട്ടി പണിയാക്കാൻ വേണ്ടി വീണ്ടും നമ്മളിത് അഴിച്ച് പണിയുന്നില്ല. നമ്മൾ ഇത്തരത്തിൽ മൗസ് ഫിക്സ് ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല, ചില സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് കോട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ആ കോട്ടം വരാതിരിക്കാൻ വേണ്ടി, അഥവാ ആ കോട്ടം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ മൗസ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മെക്കാനിസം ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലൊരു സ്പ്രിംഗ് മെക്കാനിസമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ 2 സൈഡിൽ ഓരോ റബ്ബർ ബാൻഡ് താഴേക്ക് വലിച്ചു ചേർത്താം. അല്ല വലിയ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ല വലിയ സ്പ്രിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ഞാനിവിടെ എൻ്റെ പ്രോജക്റ്റിൽ ഞാൻ 2 സൈഡിലും ഓരോ റബ്ബർ ബാൻഡ്, ഇച്ചിരി നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തു. പിന്നീട് മുകളിലായിട്ട് ആ 2 പീസും അടുത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു റബ്ബർ ബാൻഡ് ഇട്ടു. ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ടത് മുകളിൽ റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഒരു ചെറിയ തടി പീസ് വെച്ച് ഒട്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമുക്ക് മൗസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് മുകളിൽ ഇത്തരത്തിൽ ചെയ്യുന്നത്.
നമ്മൾ ഹോണിന് വേണ്ടി 2 റിങ്ങുകൾ 2 ബ്രഷും വെച്ചിരുന്നു. ഇപ്പോൾ അത് കറക്റ്റായിട്ട് കോൺടാക്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ മൗസിൽ സോൾഡർ ചെയ്ത 2 വയേഴ്സ് ഉണ്ടായിരുന്നു. സോ ആ 2 വയേഴ്സും ഈ 2 ബ്രഷിലായിട്ട് അല്ലെങ്കിൽ ഈ 2 മെറ്റൽ സ്ട്രിപ്പിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന വയേഴ്സിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിൽ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ യൂറോ ട്രക്ക് ഗെയിം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഓപ്ഷൻസ് എന്നൊരു മെനു ആണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൽ പോകുമ്പോൾ കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഇൻപുട്ട് വിസാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. സോ അത് ചൂസ് ചെയ്യുക. അവിടെ മൗസ് സ്റ്റിയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. സോ അത് സെലക്ട് ചെയ്യുക. ഏറ്റവും അവസാനം ഫിനിഷ് വിസാർഡ് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ കീബോർഡ് പ്ലസ് മൗസ് സ്റ്റിയറിംഗ് ചൂസ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് മൗസിൻ്റെ സെൻസിറ്റിവിറ്റി, അതായത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാൻ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. സോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ടൈപ്പ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും താഴെ കീബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതൊന്ന് ചൂസ് ചെയ്യുക. സോ അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഹോൺ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ ആദ്യം എച്ച് എന്നും പിന്നീട് n/a എന്നുമായിരിക്കും. സോ ആ n/a ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഹോണിലൊന്ന് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഹോൺ അസൈൻ ചെയ്തിരിക്കുന്ന ഏത് ബട്ടണിലാണോ ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ആയതുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്ലോസ് കൊടുത്ത് ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിൽ നമ്മൾ ഗെയിം പ്ലേ വലുതായിട്ട് ആഡ് ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഫുൾ സെറ്റപ്പ് ആയ ശേഷം നമ്മൾ അടിപൊളി ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് സ്ട്രക്ക് ആവുന്നു. സോ അത് കറക്റ്റ് ആ ഒരു ഗെയിമിങ്ങിൻ്റെ ഫീൽ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ഈ സ്ട്രക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിൻ്റെ മൂവ്മെൻറ്റും നമ്മുടെ ഗെയിമിലെ മൂവ്മെൻറ്റും ഒരല്പം സിങ്ക് ആവാനുള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.